ചെയ്യാൻ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് സൈസ് നമുക്ക് 6 പീസ ചെയ്യുന്നതുകൊണ്ട് 12 പീസ ചെയ്യുന്നത് അതിൽ കൂടുതൽ 4 ലിറ്റർ തുടങ്ങിയിട്ട് 20 ലിറ്റർ കപ്പാസിറ്റി വരുന്നവരെ ഉള്ള പ്രൈസ് നമുക്ക് ഐസ് മേക്കിംഗ് മെഷീൻ ആണ്. ഈ ഐസ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഷോപ്പ് ഇപ്പം ഇത് നമുക്ക് ടോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ടോസ്റ്റ് മാസ്റ്റർ. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂർ തന്നെയാണ്. കൊത്തന്നൂർ കണ്ണൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഒരു കമ്പനി ഉണ്ട്. നല്ല ബെസ്റ്റ് പ്രൈസിന് കിച്ചൺ എക്യുപ്മെൻറ്റ്സും ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് ബെസ്റ്റ് പ്രൈസിന് ലഭിക്കുന്ന ബാംഗ്ലൂരിലെ നല്ലൊരു കമ്പനിയാണ്. മൈഡി എന്നാണ് കമ്പനീൻ്റെ പേര്. മൈഡി എന്നാണ്. നമ്മളിവിടെ നമ്മുടെ നാട്ടുകാരനാണ് മൈഡിയുടെ ഓണർ. അപ്പോൾ അവരെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. മുപ്പരുടെ പേര് സൈർ എന്നാണ്. ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കണ്ട് സംസാരിക്കാം. അപ്പോൾ സൈർക്ക, ഈ മൈഡി എന്നുള്ള നെയിം വരാനുള്ള കാരണം എന്താണ് ഉദ്ദേശിക്കുന്നത്? മൈഡി എന്ന് പറഞ്ഞാൽ മൈ ഡിയർ ആണ് ആക്ച്വലി. അങ്ങനെ അല്ല, സത്യത്തിൽ മൈഡി പറയണത് മൈസൺ ട്രേഡിംഗ് കമ്പനി ഉണ്ട് കൊച്ചിയിലുള്ള. ഒരു 50 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു സെക്കൻഡ് ജനറേഷൻ കമ്പനിയാണ്. കിച്ചൺ എക്യുപ്മെന്റ്സും ബേക്കറി കൗണ്ടേഴ്സും ഒക്കെ ഉള്ളത്. അപ്പോൾ അവരും കൊച്ചിയിലുള്ളത്. അപ്പോൾ അതും പിന്നെ ഡിലിഗോ ഞങ്ങൾ ഏതാണ്ട് 12 വർഷം ഇവിടെ. അപ്പം ഡിലിഗോയും കൂടി ജോയിന്റ് ആയിട്ടാണ് ഈ മൈഡി എന്ന കമ്പനി ചെയ്യുന്നത്. ഇപ്പം മൈസന്റെ മൈയും ഡിലിഗോന്റെ ഡിയും അങ്ങനെയാണ് MYDE വരുന്നത്, മൈഡി എന്നുള്ള കമ്പനി വരുന്നത്. ഞങ്ങള് 2021 ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഡിലിഗോ ഏതാണ്ട് 12-13 വർഷമായി ഡിലിഗോ ഇവിടെ. ഇപ്പം 4 വർഷമായിട്ട് ഈ മൈഡി എന്നുള്ള കമ്പനി ഞങ്ങൾ ഒന്നിച്ച് ഒരു പിന്നെ ഇത് ഇങ്ങനെ നടത്തുന്നുണ്ട് കാര്യങ്ങൾ. എന്തൊക്കെ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് നമ്മള് പ്രൊഡക്ട്സ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് നമ്മൾ മൈസൺ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. ഒരു കൃഷ്ണ ഇൻഡസ്ട്രീസ് പറഞ്ഞിട്ട് പിന്നെ SS304 നല്ല ക്വാളിറ്റി കിച്ചൺ എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ കുറേ പ്രോജക്റ്റുകൾ വലിയ ബിഗ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കിച്ചൺ എക്യുപ്മെന്റ്സ് ആണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ബേക്കറി കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു മാനുഫാക്ചറിങ് ഒരു സെക്ഷൻ കൂടാതെ ട്രേഡിംഗ് ആണ് പിന്നെ മെയിനായിട്ടുള്ളത്. ട്രേഡിങ്ങിൽ വന്നിട്ട് വെസ്റ്റേൺ, സെൽഫ് റോസ്റ്റ്, പാനസോണിക്, പിന്നെ നമ്മുടെ സ്വന്തം ബ്രാൻഡ് മൈഡി എന്നുള്ള ബ്രാൻഡ് തന്നെ നമ്മൾ ഇറക്കി ചെയ്യുന്നു. പിന്നെ മറ്റു പുറത്തുനിന്നൊക്കെ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് സാധനമാണ്. നാട്ടിലേക്കും ഉണ്ട്. ഇപ്പോൾ അല്ലെന്നില്ല, നമ്മളെ പ്രത്യേകിച്ച് നമ്മൾ മലയാളീസാണ്, നമ്മളെ നാട്ടിൽ കണക്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ 12 വർഷം 13 വർഷം കൊണ്ട് നമ്മൾ ഡിലിഗോ കുറേ കസ്റ്റമേഴ്സ് കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുറേ പ്രൊജക്റ്റുകൾ നമുക്ക് ഫുൾ ടേൺ കീ ആയിട്ട് A to Z കാര്യങ്ങളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂരിന് പുറത്തൊക്കെ ചെയ്യുന്നുണ്ടോ? ബാംഗ്ലൂർ പുറത്ത് മൈസൂരിലുള്ള പ്രൊജക്റ്റുകളുണ്ട്. പിന്നെ ഗോണിക്കൊപ്പൽ ഇപ്പോൾ ഒരു പുതിയ പ്രൊജക്റ്റ് ഇപ്പോൾ ഓൾറെഡി റണ്ണിങ്ങിലാണ്, ഫൈനലാവുന്നുണ്ട്. പിന്നെ ബേക്കറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ നമ്മൾ ഔട്ട്സ്കേർട്ട് കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹുബ്ലി ധാർവാഡ് ഭാഗത്ത് ഐസ്ക്രീം ഷോപ്പ് കൊണ്ടിട്ടുള്ള കൗണ്ടേഴ്സ് കാര്യങ്ങൾ ഫുൾ ഇതായിട്ട് ഇതിൻ്റെ ചെയ്യുന്നുണ്ട്. പിന്നെ വെസ്റ്റേൺ അല്ലെങ്കിൽ വൺ ഓഫ് ദ ഒരു ടോപ്പ് ഡീലറായിട്ട് വെസ്റ്റേൺ ബ്രാൻഡിൻ്റെ പോകുന്നുണ്ട്. വെസ്റ്റേണിൽ നിങ്ങൾ പിന്നെ ഞാൻ കാണിച്ചു തരാം പ്രൊഡക്റ്റ് കാര്യങ്ങൾ. കാരണം എന്ന് പറഞ്ഞാൽ ചില്ലർ, ഫ്രീസർ, പിന്നെ അതിൽ എല്ലാ എക്യുപ്മെൻസും ആ ഒരു റെഫ്രിജറേഷൻ പ്രൊഡക്ട്സിന് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഇതിൽ വരുന്നുണ്ട്, വെസ്റ്റേണിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സൈർക്ക, നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ബെസ്റ്റ് കസ്റ്റമർ ആരൊക്കെയാണ് ബാംഗ്ലൂരിൽ? ബാംഗ്ലൂരിൽ പിന്നെ ഡിലിഗോക്ക് ഇപ്പം ഇത്രയും വർഷത്തെ ഇതുള്ള ക്രെഡിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ കുറേ കസ്റ്റമേഴ്സ് ഇപ്പം മൈഡിയിലേക്ക് നമ്മളെ പ്രൊഡക്റ്റ് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പം മെയിൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ പിന്നെ ഫാമിലി ബിഗ് മാർട്ട് തന്നെ കസ്റ്റമേഴ്സ്, ബിഗ് മാർക്കറ്റ്, വില്ലേജിൻ്റെ 2 പ്രൊജക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രീം മാർട്ട്, അങ്ങനെ ഒട്ടേറെ പ്രൊജക്റ്റുകൾ ഇപ്പോൾ നമ്മൾ ഫുൾ ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അത് റെഫ്രിജറേഷൻ പ്രൊഡക്ട്സ് ആണ്. റെഫ്രിജറേഷൻ പ്രൊഡക്ട്സ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വെസ്റ്റേൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കുറേ ഇപ്പോൾ ഫാമിലീസ് പോലത്തെ കുറേ ഷോപ്പുകൾ വെസ്റ്റേൺ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഞാൻ ഇമ്പോർട്ടിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്താണ്. ഇപ്പം തലാൽ ഇപ്പം അത് കേരളത്തിലാണ്, കേരളത്തിലുള്ളത്. പിന്നെ അതുപോലെ ഓൺ ബ്രാൻഡിൽ നമ്മൾ കുറേ പ്രൊജക്റ്റുകൾ ഇപ്പോൾ ഇനി പുതിയ വരുന്ന കുറേ പ്രൊജക്റ്റുകൾ ഓൺ ബ്രാൻഡിലാണ്. നമ്മളെ ഡയറക്റ്റ് ചില്ലർ ഫ്രീസർ ഇറക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ ബേക്കറി കൗണ്ടർ വന്നിട്ട് പിന്നെ മെയിനായിട്ട് മയൂര ഗ്രൂപ്പാണ്. മയൂര അവർ 3-4 ഗ്രൂപ്പുകളായിട്ടുണ്ട്. അതിൻ്റെ കുറേ പ്രൊജക്റ്റുകൾ പിന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടെന്നല്ലോ, ദേവനഹള്ളി, ബാഗ്ലൂർ, ആ സൈഡിലുള്ള സംഭവങ്ങൾ. പിന്നെ അതുപോലെ ഈ ആന്ധ്രയിൽ ഇപ്പം മദനപ്പള്ളി, ചിറ്റൂർ ഒക്കെ പുതിയ പ്രൊജക്റ്റ് വന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ പ്രൊജക്റ്റുകൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ സെഗ്മെന്റ് കിച്ചൺ സെഗ്മെന്റ് ആണ്. കിച്ചണിൽ ഇപ്പം ബ്രിഗേഡ് റോഡിൽ എൻഷെഫ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹോട്ടലാണ്, നല്ല സെറ്റപ്പ് ആയിട്ട് ഹോട്ടലാണ്. അതിൻ്റെ ഫുൾ കിച്ചൺ നമ്മൾ ചെയ്തതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഹജ്ജ് ഹൗസിൻ്റെ അടുത്ത് ഒരു ഈഡൻ ഹട്ട്സ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് ചെയ്ത ഹോട്ടലാണ്. അതിൻ്റെ ഫുൾ കിച്ചൺ നമ്മൾ ചെയ്തതാണ്.
പിന്നെ അതുപോലെ ഒട്ടേറെ ഈ ആംബർ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു പോർഷൻ നമ്മൾ ചെയ്തതാണ്. പിന്നെ അങ്ങനെ കുറേ പ്രൊജക്റ്റുകൾ നമുക്ക്, പിന്നെ സാത്തറിൻ്റെ കുറേ പ്രൊജക്റ്റ് ഇപ്പോൾ ഓൺ ഗോയിങ് പ്രൊജക്റ്റ് പോകുന്നുണ്ട്, കൂടാതെ കുറേ പ്രൊജക്റ്റ് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പുതിയ പ്രൊജക്റ്റുകൾ ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? പ്രൊജക്റ്റിൻ്റെ പറയുകയാണെങ്കിൽ ഇപ്പം തലാലിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞല്ലോ, ഇരിട്ടിയിൽ ഓൾറെഡി നമ്മൾ ചെയ്തതാണ് ഫുൾ വർക്ക്. അത് പാനസോണിക് ഹസ്ബൻഡാണ് കൊടുത്തിരുന്നത്. പിന്നെ അപ്പോൾ അതിൻ്റെ തന്നെ തലാലിലൊരു പുതിയ പാനൂർ ഒരു ഹൈപ്പർ വരുന്നുണ്ട്, അവർ വലിയ സെറ്റപ്പിൽ. അപ്പോൾ അതിൽ ഫുള്ള് ഇപ്പം നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഓൾറെഡി അൺലോഡ് ചെയ്തിട്ടുണ്ട്, സെറ്റിങ് ആവുന്നേ ഉള്ളൂ. പിന്നെ ഒരു ഹോം ടൗൺ എന്നിട്ടൊന്ന് വൈറ്റ് ഫീൽഡ് ഭാഗത്ത് അതിന് ഫുള്ള് ഇൻസ്റ്റലേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഫൈനൽ കമ്മീഷനിങ് മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ മെനിയാന്നാണ് നമ്മളെ ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റ് എന്നിട്ട് മലപ്പുറം മഞ്ചേരി ഭാഗത്തുള്ള വലിയ ഗ്രൂപ്പാണ്. അവരത് ഒരു ഫുൾ കണ്ടെയ്നർ തന്നെ, ഫുൾ സാധനങ്ങൾ തന്നെ പിന്നെ സാധനം പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ നെക്സ്റ്റ് കമ്മീഷൻ കാര്യം. പിന്നെ നെക്സ്റ്റ് ഓർഡർ പ്രോസസ്സിങ്ങിലാണ് നമ്മളെ റോള ഹൈപ്പർ മാർക്കറ്റ് സർജാപൂരിലുള്ള ഒരു 2 ഫ്ലോർ നല്ല വലിയൊരു ഹൈപ്പർ മാർക്കറ്റ്. മുമ്പിട്ടുള്ള റോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്? അല്ല, അതിനു മുമ്പ് ആ സമയത്തൊന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല, ഞങ്ങൾ 4 വർഷമായിട്ടുള്ളൂ. അപ്പം അതിന് മുമ്പ് ബേഗൂരും കാടുകൂടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രോജക്റ്റിന് നമ്മൾ കുറേ ഡീലും നെഗോഷിയേഷൻ കഴിഞ്ഞിട്ട് അത് ഫൈനലായിട്ടുണ്ടെന്നില്ല. പിന്നെ ബിഗ് മാർക്കറ്റിൻ്റെ എലഹങ്ക ഓൾറെഡി ഉള്ളൊരു സ്റ്റോറാണ്, അവരത് എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്, കുറച്ച് ബാക്കിലേക്ക് ഏതാണ്ട് വലിയൊരു സൈസിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ അത് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ടർക്കി മുമ്പ് പോയി പ്രൊഡക്റ്റൊക്കെ പഠിച്ചിരുന്നു. പിന്നെ അപ്പോൾ ഇതുവരെ നമ്മൾ ചൈന മാത്രമേ ആ റിസ്ക്, നമ്മളെ ചൈനയിൽ നമ്മളെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചൈന മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിപ്പോൾ തുർക്കിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ കൺഫേം ആക്കി, ഇപ്പം പ്രൊഡക്റ്റ് റെഡിയാണ്. പക്ഷേ അത് ലോഡ് ചെയ്യുന്നുണ്ട്, ഈ മാസം ലോഡ് ചെയ്യണമെങ്കിൽ ബിഗ് മാർക്കറ്റ് ഒരു വലിയ ഡ്രീം പ്രോജക്റ്റ് പോലെ അത്യാവശ്യം അതിൻ്റെ മൊത്തം ഒരു സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ പിന്നെ ഫിഷ് കൗണ്ടറും നമ്മളതിൻ്റെ കൂടെ തന്നെ ഈ ഫിഷ് കൗണ്ടറും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കുറേ ഷോപ്പുകളിൽ നമ്മളിപ്പോൾ ഈ റോളയിലൊക്കെ ഫിഷ് കൗണ്ടർ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മയൂര ഞാൻ പറഞ്ഞല്ലോ, മയൂര ബേക്കറിക്കാർക്ക് അവർക്ക് ഫിഷ് കൗണ്ടറുണ്ട്. അപ്പോൾ ഫിഷ് കൗണ്ടറിനും നമ്മൾ ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഇതായിട്ട്. സൈർക്ക, എന്തുകൊണ്ട് മൈഡി എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്? കസ്റ്റമേഴ്സ് ചൂസ് ചെയ്ത് ഇവിടെ ഇങ്ങനത്തെ വരുന്നതിന് കാരണം എന്താ? ഇങ്ങനത്തെ സ്പെഷ്യാലിറ്റി എന്താ ഉള്ളത് ഒന്ന് വിവരിച്ചേക്കുള്ളത്. നല്ലൊരു ക്വസ്റ്റ്യനാണ് അത് സംഭവം. കാരണം എന്നാൽ മൈഡി സത്യത്തിൽ ഞങ്ങൾ 12-13 വർഷമായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പിന്നെ ക്രെഡിബിലിറ്റി നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഡെലിഗോ ഇതുവരെ നമ്മൾ ഏറ്റവും നല്ല ഡീസൻറ്റ് നല്ല ഡീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കസ്റ്റമേഴ്സ് നമ്മളെ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പ്രൊഡക്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് എടുത്തു കഴിഞ്ഞാലും മൈഡി തന്നെ സർവീസബിളും പിന്നെ അതിനെ ഒരു കുറച്ച് റിസ്കി പ്രൊഡക്റ്റുകളാണ്. കാരണം എല്ലാം പെരിഷബിൾ, നമ്മൾ ഈ പറയുന്ന ഐസ്ക്രീം ആയാലും പിന്നെ പാല് മിൽക്ക് ആയാലും കേക്ക് ആയാലും എല്ലാ സാധനങ്ങളും അതിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ഒന്നും ലെവലല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് ആയാലും ഗ്യാസ് സ്റ്റവ് എല്ലാ സാധനത്തിനും ഈ വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർവീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത് സെപ്പറേറ്റ് സർവീസിൻ്റെ ഒരു ടീം കാര്യങ്ങളുണ്ട്. പിന്നെ അത് നമ്മൾ ടോപ്പ് ടു ബോർഡാണ്, നമ്മൾ ഇൻസ്റ്റലേഷൻ മുതൽ വിളിച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ കമ്പനീൻ്റെ ആകുമ്പോൾ പിന്നെ വെസ്റ്റേണിന് മാത്രമാണ് ഒരു ഓൺ സർവീസ് സെൻ്റർ. ബാക്കി ഇപ്പം സെൽഫ് റോസ്റ്റ് പാനസോണിക് പോലത്തെ ബ്രാൻഡുകളൊക്കെ അത് നമ്മൾ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കും. പിന്നെ രണ്ടാമത്തെ കാരണം എനിക്ക് തോന്നുന്നു പിന്നെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ. അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വെസ്റ്റേൺ നമ്മൾ ഡയറക്റ്റ് ഡീൽ ചെയ്യുന്ന ഏറ്റവും ടോപ്പ് ഇതായതുകൊണ്ട് തന്നെ അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ. ട്രക്ക് മാത്രമേ ഞങ്ങൾ കയ്യിൽ നിന്ന് എടുക്കാറുള്ളൂ. ഹോഷിസാക്കി പിന്നെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ. ഹോഷിസാക്കിൻ്റെ ഇപ്പോൾ ഒരു ഫുൾ ട്രക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ട്രക്ക് എടുക്കുമ്പോൾ കിട്ടുന്ന അഡീഷണൽ ഒരു ഇത് ബെനിഫിറ്റ് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് കസ്റ്റമേഴ്സ് കയ്യിൽ നിന്ന് ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ പാസ് ചെയ്യും. അപ്പോൾ അവർക്കൊരു ബെസ്റ്റ് റേറ്റ് കിട്ടുക എന്നുള്ളതാണ് നമ്മളെ എയിം. പിന്നെ അതിന് കൂടെ തന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നൊക്കെ ആയാലും നമ്മളെ കമ്പനികളെ പറ്റി നല്ലോണം പഠിക്കുകയും ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഏറ്റവും നല്ല പ്രൈസാന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് അപ്പോൾ ആ ഒരു തരത്തിൽ നല്ല നെഗോഷിയേഷൻ ചെയ്തിട്ട് ബെസ്റ്റ് പ്രൈസ് അതെ നമ്മളെ കസ്റ്റമേഴ്സിന് അവർക്ക് സാറ്റിസ്ഫൈ ആവുന്ന തരത്തിലേക്ക് നമ്മൾ പ്രൈസിങ്ങും സർവീസും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ടൈമിങ് പെട്ടെന്ന് കൊടുക്കുമോ? വലിയ പ്രോജക്റ്റുകളാകുമ്പോൾ ലേറ്റ് ആവുമോ? പെട്ടെന്ന് തന്നെ ഐറ്റം നിങ്ങൾ അവൈലബിൾ ആയിരിക്കുമോ? എന്താ അത് സത്യത്തിൽ നമ്മളെ ഈ ബ്രാൻഡുകൾ ഇപ്പം വെസ്റ്റേൺ പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ബ്രാൻഡുകൾ അത്യാവശ്യം സ്റ്റോക്ക് കീപ്പ് ചെയ്യും. എപ്പോഴും ഒരു 60 to 100 പീസസ് അധികം സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ 2 ഡോർ ചില്ലർ 3 ഡോർ അതൊക്കെ ഒരു എപ്പോഴും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളതാകുമ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് റെഡിയിലുണ്ടാവും. മറ്റുള്ളതാണെങ്കിൽ നമ്മൾ പിന്നെ കമ്പനിയിൽ നിന്നും ഓർഡർ ചെയ്തിട്ട് വരുത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ സെൽഫ് റോസ്റ്റ് നമ്മുടെ അടുത്ത് എപ്പോഴും ഈ ബേക്കറി കൗണ്ടറുകളാണെങ്കിൽ ബേക്കറി ഡിസ്പ്ലേ കൗണ്ടറും പിന്നെ അതിൻ്റെ ഒരു ചില്ലർ ഫ്രീസറുണ്ട്. അതാണ് മെയിനായിട്ട് ഈ മയൂര പോലത്തെ മെയിൻ ബ്രാൻഡ് ചെയ്യുക. അതൊക്കെ നമ്മുടെ അടുത്ത് അധികം മെയിൻ സ്റ്റോക്ക് വെക്കും. മറ്റുള്ളതാണെങ്കിൽ ഒരു ലിനിയൻ ബീഡ് കമ്പനിയിൽ അവൈലബിൾ ആണെങ്കിൽ വിത്തിൻ 1 week 2 week കൊണ്ട് ചെയ്യും. പിന്നെ നിങ്ങൾ ചോദിച്ചത് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പ്രൊജക്റ്റ് ആണെങ്കിൽ പൊതുവേ എല്ലാവർക്കും ഒരു 1 or 2 months മിനിമം ടൈം പീരീഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് കിച്ചൺ പ്രൊജക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വലിയ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പ്രൊജക്റ്റ് ആയിക്കോട്ടെ നമ്മൾ അവരോട് ടൈം എടുത്തിട്ട് പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ ബിഗ് മാർക്കറ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 2 to 3 months ടൈം തരുന്നുണ്ട്. റോളൊക്കെ ഉണ്ടാവും. ഒരു ഇനീഷ്യൽ ടൈമിൽ തന്നെ നമ്മൾ കൺക്ലൂഡ് ചെയ്യും, ഓർഡർ കാര്യങ്ങളൊക്കെ കൺക്ലൂഡ് ചെയ്യും.
അപ്പം അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അങ്ങനത്തെ വിഷയങ്ങളൊന്നും പൊതുവെ വരാറില്ല. എൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പേയ്മെൻറ്റ് സത്യത്തിൽ നമ്മൾ ഫസ്റ്റ് ഓർഡർ കൺഫേം ആക്കുമ്പോൾ ഒരു 50% അഡ്വാൻസ് വാങ്ങുന്നുണ്ട്. പിന്നെ ഓൺ ഡെലിവറി, ബിഫോർ ഡെലിവറി, പിന്നെ പൊതുവെ ചെയ്യാറൊരു 40-45% ബിഫോർ ഡെലിവറി വാങ്ങി ഒരു 5-10% ചിലപ്പം ഇൻസ്റ്റലേഷന് ശേഷം വാങ്ങുന്ന ഒരു സിസ്റ്റമാണ് പൊതുവേ ഉള്ളത്. അത് അറിയാലോ, കേസ് ടു കേസ് നമ്മളെ കസ്റ്റമേഴ്സിന്റെ ഡീലിങ്ങും നമ്മളെ ബന്ധങ്ങളും ഇതൊക്കെ വെച്ചിട്ട് ചെറിയ ലീനിയൻസ് അങ്ങോട്ട് കൊണ്ടുണ്ടാവാറുണ്ട്. അതെ. ഷൈർക്ക, പിന്നെ ഇപ്പോൾ ഈ കിച്ചൺ ആയിക്കോട്ടെ, ഹൈപ്പർ മാർക്കറ്റിലായിക്കോട്ടെ, പുതിയ എക്യുപ്മെൻറ്റ്സ്, പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കല്ലേ? അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ? എക്യുപ്മെന്റ്സ് പുതിയ പറഞ്ഞാൽ നമ്മൾ നിരന്തരം ഏതൊരു ഫീൽഡിലാകുമ്പോൾ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി പഠിക്കാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എല്ലാ എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ട്. സത്യത്തിൽ ഇപ്പം ഇവിടെ ഡൽഹിയിൽ പോകേണ്ടതായിരുന്നു. ഡൽഹിയിൽ അപ് ടു ഈ 9th വരെയുള്ള ഒരു എക്സിബിഷൻ, ആഹാർ എക്സിബിഷൻ ഉണ്ട്. ആഹാർ എന്ന് പറഞ്ഞാൽ കാറ്ററിംഗും ഇതിനൊക്കെ വലിയൊരു എക്സിബിഷനാണ്, ഹോട്ടൽ കാറ്ററിങ്ങിനൊക്കെ. അപ്പോൾ അതിൽ നമ്മുടെ സത്യത്തിൽ 2 അവാർഡും ഉണ്ട്. ഞങ്ങൾ 2 കമ്പനീൻ്റെ അവാർഡ് ഇപ്രാവശ്യം കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ പുതിയ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് കുറേ പിന്നെ പുതിയ നമ്മൾ അതിനനുസരിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഓരോ പ്രാവശ്യം ഇതുകൊണ്ട്, പിന്നെ കമ്പനികളെ കൂടുതൽ നമ്മൾ പല കമ്പനികളും അങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇപ്പം ഞാനീ പറഞ്ഞ മെയിൻ കമ്പനികൾ വെസ്റ്റേൺ ആയി, സെൽഫ് റോസ്റ്റ് ആയാലും പാനസോണിക് ആയാലും മെയിൻ കമ്പനികളെ പറ്റി ഞാൻ പറഞ്ഞത്. അതല്ലാതെ പിന്നെ ഡീപ് ഫ്രയേഴ്സും പിന്നെ കഫേ എക്യുപ്മെൻറ്റ്സിനുണ്ട് കുറേ ഐറ്റംസ് ഉണ്ട്, കുറേ പ്രൊഡക്റ്റുകളുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ പിന്നെ കോൾഡ് റൂംസ് ചെയ്യാറുണ്ട്. കോൾഡ് റൂംസ് ശരിക്ക് പിന്നെ പാനൽ വെച്ചിട്ട് വലിയ സംഭവങ്ങൾ, ഡീപ് ഫ്രീസിങ്, അത് വെജിറ്റബിളിനും മീറ്റിനൊക്കെ വലിയ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ കുറച്ചുകൂടി നമ്മളെ ബിസിനസ് ഹെഡ് ഗണേശൻ കൂടി ഉണ്ടായിരുന്നല്ലോ തോന്നുന്നു. ഗണേശനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഹായ്. നെയിം? ഗണേഷാണ്. ഞാൻ അൻവറാണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഗണേഷ് നിങ്ങൾക്ക് വേണ്ടി ഐറ്റംസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, എന്തൊക്കെ ബ്രാൻഡുകളാണ് ഉള്ളതെന്നൊക്കെ ഗണേഷ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരും. ഗണേഷ് പ്ലീസ് പറഞ്ഞു കൊടുക്കുക. ഇത് മിഡിൽ ബൈ സെൽഫ് റോസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇത് നമുക്കൊരു ഡബിൾ ഡോർ VC കൂളർ എന്നാണ് പറയുന്നത്. VC കൂളർ എന്ന് വെച്ചാൽ വിസിബിളായിട്ട്, ഗ്ലാസ് വിസിബിളായിട്ട് പ്രോഡക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് കൊണ്ടിട്ട് കാണാൻ പറ്റും. ഇത്രയും ആയിരിക്കും. അതെ. അപ്പോൾ ഇത് VC കൂളർ എന്ന് പറയുന്നത്. ഇത് സെൽഫ് റോസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. 1030 ലിറ്റേഴ്സ് കപ്പാസിറ്റി വരും. ഇതിൽ നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കൺവീൻസ് സ്റ്റോർ, പിന്നെ സൂപ്പർ മാർക്കറ്റ്സ്, പിന്നെ നമുക്ക് ബേക്കറീസിൽ കേക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് വളരെ കൂടുതൽ പോകുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇമ്പോർട്ടഡ് മോഡലാണ്. കുറച്ച് ഈ ഒരു സെഗ്മെന്റിൽ ഡബിൾ ഡോർ, ഇങ്ങനെ ഒരു സെഗ്മെന്റിൽ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പിന്നെ ഇത് അടുത്ത് നമുക്ക് ഈ കാണുന്നതെല്ലാം വെസ്റ്റേൺ എന്ന് പറയുന്ന ബ്രാൻഡാണ്. വെസ്റ്റേണിൽ നമുക്ക് 3 തരം ഡബിൾ ഡോർ VC കൂളേഴ്സ് ആണ് ഉള്ളത്. ഓരോരോ കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പോൾ ബേക്കറിയിലാവുമ്പോൾ അവർ കേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും, കൂൾ ഡ്രിങ്ക്സ് ഡിസ്പ്ലേ ചെയ്യും. കൺവീൻസ് സ്റ്റോറിൽ അവർക്ക് ഡെയറി പ്രോഡക്ട്സ് ആയിരിക്കും, പാല്, തൈര്, അങ്ങനെ ബട്ടർ, അങ്ങനെയുള്ള ഡെയറി പ്രോഡക്ട്സ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പലതരം കപ്പാസിറ്റി ഉള്ള മോഡൽസ് ആണ്. നേരത്തെ നമ്മൾ സെൽഫ് റോസ്റ്റിൽ ഒരേ മോഡലായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഇതിൽ 3-4 മോഡൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ഇത് SRC 1050 എന്ന് പറയുന്ന മോഡലാണ്. ഇത് 935 ലിറ്റേഴ്സ് ആണ് കപ്പാസിറ്റി ഇത് വരുന്നത്. 935 ലിറ്റർ. കൂടുതൽ പോകുന്നത് കൺവീൻസ് സ്റ്റോറിലാണ്. പിന്നെ കേക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ബേക്കറിയിൽ കേക്ക് ഡിസ്പ്ലേക്ക് വേണ്ടി. പിന്നെ ഇതിൽ ഒരു ചെറിയ സൈസാണ്, വെസ്റ്റേൺ ബ്രാൻഡ് തന്നെ. വെസ്റ്റേണിൽ തന്നെ അടുത്തുള്ള ഒരു മോഡലാണ്. ഇത് SRC 950 എന്ന് പറയുന്ന മോഡലാണ്. 800 ലിറ്റേഴ്സ് ആണ് ഇതിന്റെ കപ്പാസിറ്റി. നേരത്തെ നമ്മൾ കണ്ട 930 ലിറ്റേഴ്സ് ആണ്. അതിൽ ഇച്ചിരി ചെറുതാണ്. 800 ലിറ്റേഴ്സ് ആണ് കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ സെയിം കൺവീൻസ് സ്റ്റോഴ്സ്, ഡെയറി സൂപ്പർ മാർക്കറ്റ്സിൽ ഡെയറി പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാനും പിന്നെ ബേക്കറിയിൽ കേക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ വെസ്റ്റേണിൽ തന്നെ ഈ ഒരു മോഡലുണ്ട്. ഇത് സൂപ്പർ മാർക്കറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു മോഡലാണ്. അധികം പോകുന്നത് നമുക്ക് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്സിൽ. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഡബിൾ ഡോറും കിട്ടും, 3 ഡോർ ഉള്ളതും കിട്ടും. ട്രിപ്പിൾ ഡോർ ഉണ്ട്. സെയിം മോഡൽ, സെയിം ഹൈറ്റ്, ഒരു ഡോറും കൂടി എക്സ്ട്രാ ആയിട്ട് വരും. 3 ഡോർ വരുന്ന മോഡലും കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ പോകുന്നത് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്സിലാണ്. നോർമൽ ഷോപ്സ് ഇത് നമുക്ക് അങ്ങനെ കുറവാണ് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് 930 ലിറ്റേഴ്സ് ആണ് കപ്പാസിറ്റി. ഈ സെയിം മോഡൽ നമുക്ക് ചില്ലറായിട്ടും കിട്ടും, ഫ്രീസറായിട്ടും കിട്ടും. ഫ്രീസർ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രോസൺ ഫുഡ്സ് ആണ്. ലൈക്ക് ഫ്രഞ്ച് ഫ്രൈസും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഫ്രോസൺ ഫുഡ്സ് ചെയ്യാൻ. പിന്നെ നമ്മൾ ബാസ്കിൻ റോബിൻസിൽ ഐസ്ക്രീം ഡിസ്പ്ലേക്കും ഫ്രീസർ കൊടുക്കാറുണ്ട്, സപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് SMR 12 SMF 12 എന്നാണ് പറയുന്നത്. സൂപ്പർ മാർക്കറ്റ് സ്പെഷ്യലിസ്റ്റ് ആണ്. സൂപ്പർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പോകുന്നതാണ്. സൗത്ത് ഇന്ത്യയിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഈ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റ്സ്. പിന്നെ നമ്മൾ ഇതുവരെ ഡബിൾ ഡോർ എല്ലാം നോക്കി. ഇനി അടുത്ത് വരുന്നതാണ് സിംഗിൾ ഡോർ. സിംഗിൾ ഡോറിൽ ഏറ്റവും വലിപ്പം കൂടിയ ഒരു മോഡലാണ്.
ലിറ്റർ കപ്പാസിറ്റി കൂടിയ ഒരു മോഡലാണ്. ഇത് SRC 752GL എന്നാണ് പറയുന്ന മോഡൽ. എത്ര ലിറ്റർ വരുന്നത്? ഇത് നമുക്ക് 585 ലിറ്റേഴ്സ് ആണ്. 585 ലിറ്റേഴ്സ് ആണ്. ഇത് നമുക്ക് കൂടുതൽ ഈ സെയിം പ്രോഡക്റ്റ് ഇതാണ്. സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സിൽ ഡെയിലി പ്രോഡക്ട്സ് ഡിസ്പ്ലേന്ന് പോകുന്നുണ്ട്. പിന്നെ കൂൾ ഡ്രിങ്ക്സ് വെക്കാം, പിന്നെ കേക്ക് ഡിസ്പ്ലേക്ക് വെക്കാം. പിന്നെ കിച്ചണിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനും സാധനം എടുക്കുന്നുണ്ട്. സ്റ്റോറേജ് പർപ്പസിന് ഉപയോഗിക്കാറുണ്ട്. സിംഗിൾ ഡോറിൽ വെസ്റ്റേണ്ടത് അടുത്ത മോഡലാണ്. SRC 500GL എന്നാണ് പറയുന്നത്. പിന്നെ ഇത് 400 ലിറ്റേഴ്സ് കപ്പാസിറ്റിയാണ്. പിന്നെ അതിൻ്റെ ചെറുത് SRC 380GL ആണ്. ഇതൊരു 340 ലിറ്റേഴ്സാണ് കപ്പാസിറ്റി വരുന്നത്. പിന്നെ അതിൽ ചെറുത് SRC 280GL ആണ്. ഇത് 216 ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത്. പിന്നെ ഇതിലും നമുക്ക് ചെറുത് ഒരു 60 ലിറ്റർ കപ്പാസിറ്റി വരെ നമുക്ക് VC കൂളേഴ്സ് കിട്ടും. ഓക്കെ. പിന്നെ നമുക്ക് ഇത് ഹോട്ട് ടോപ്പ് ചില്ലർ ആൻഡ് ഫ്രീസർ കൺവേർട്ടബിൾ മോഡലാണ്. ഇത് നമുക്ക് 100 ലിറ്റർ തുടങ്ങിയിട്ട് 750 ലിറ്റർ കപ്പാസിറ്റി വരെ കിട്ടുന്നതാണ്. മാക്സിമം 750 ലിറ്റേഴ്സ് വരെ കിട്ടും. ഇത് നമുക്ക് കൂടുതൽ പോകുന്ന സ്റ്റോറേജ് പർപ്പസിനാണ്. അപ്പോൾ മുകളിൽ ഈ ഹോട്ട് ടോപ്പ് എന്ന് പറയുന്നത് കൂടുതൽ എടുക്കുന്ന സ്റ്റോറേജ് പർപ്പസിനാണ്. പോകുന്നത് നമുക്ക് ഐസ്ക്രീം സ്റ്റോർ ചെയ്യാം. പിന്നെ നമുക്ക് ഫ്രോസൺ ഐറ്റംസ് ലൈക്ക് മീറ്റ്, ഇറച്ചി അങ്ങനെയുള്ള പ്രോഡക്ട്സ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. സ്റ്റോറേജ് പർപ്പസിനാണ് കൂടുതൽ പോകുന്നത്. പിന്നെ ഇതിൽ ഫ്രീസേഴ്സ് തന്നെ അടുത്ത് നമുക്ക് വരുന്നത് ഗ്ലാസ് ടോപ്പാണ്. ഗ്ലാസ് ടോപ്പ് മോഡൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം ഡിസ്പ്ലേക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. പിന്നെ നമുക്ക് ഫ്രോസൺ ഫുഡ്സ്, ഫ്രോസൺ ഈ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയുള്ള ഫ്രോസൺ ഫുഡ് ഡിസ്പ്ലേക്ക് ഇത് ഗ്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഡിസ്പ്ലേ പർപ്പസിനാണ്. കൂടുതൽ പോകുന്നത് ഐസ്ക്രീം ഡിസ്പ്ലേയും ഫ്രോസൺ ഫുഡ് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണ്. ശരി. നമുക്ക് ബാക്ക് ബാർ കൗണ്ടർ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് കൂടുതൽ പോകുന്നത് ഈ ബാർ കൗണ്ടറിന്റെ ബാക്കിൽ നമുക്ക് ലിക്കർ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാനാണ്. പിന്നെ നമുക്ക് ജ്യൂസ് ബാർസിലൊക്കെ പോകാറുണ്ട്. കൂൾ ഡ്രിങ്ക്സ് ഇപ്പോൾ ജ്യൂസ് ബാറിന്റെ കൗണ്ടറിന്റെ ബാക്കിൽ കൂൾ ഡ്രിങ്ക്സ് ഡിസ്പ്ലേ ചെയ്യാനും. ഇതിൽ നമുക്ക് 2 ഡോറുള്ളതും 3 ഡോറുള്ള ടൈപ്പാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് ഇപ്പോൾ കാണുന്നത് ബ്ലാക്ക് ആണ്, ബ്ലാക്ക് ഫിനിഷ് ആണ്, പൗഡർ കോട്ടഡ് ആണ്. ഈ സെയിം തന്നെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലും കിട്ടും. കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇത് അടുത്ത നമുക്ക് സെഗ്മെന്റ് വരുന്നത് ഐസ് മേക്കിംഗ് മെഷീൻ ആണ്. ഈ ഐസ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഷോപ്സിൽ ക്യൂബ്സ് 1 kg പാക്സ് നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് സജസ്റ്റ് ചെയ്യുന്നത് ജ്യൂസ് ബാറിൽ സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട് കൂടുതൽ. പിന്നെ റെസ്റ്റോറൻറ്റ്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഓറോ വാട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 30 kg കപ്പാസിറ്റി തുടങ്ങിയിട്ട് 5000 കിലോ കപ്പാസിറ്റി വരെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതൊരു 35 kgs കപ്പാസിറ്റി ഉള്ള റൈസ് മെഷീനാണ്. കൂടുതൽ പോകുന്നത് ജ്യൂസ് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റിൽ നമുക്ക് കൂടുതൽ റെസ്റ്റോറൻറ്റ്സിൽ പോകുന്നുണ്ട്. ഇത് നമുക്കിപ്പോൾ 35 kgs കപ്പാസിറ്റി ഈ ഒരു ഇതിൽ നമ്മൾ ഓറോ വാട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബാച്ച് എന്ന് പറഞ്ഞാൽ 250 grams ആണ് പെർ ബാച്ച് നമുക്ക് ഐസ് കിട്ടുന്നത്. ഇത് നമുക്കൊരു 10 minutes സമയം എടുക്കും. 10 മിനിറ്റ് കൊണ്ട് 250. അങ്ങനെ നമുക്ക് 24 മണിക്കൂറിൽ ഒരു 30 to 35 kgs ആവറേജ് നമുക്ക് ഐസ് ഇതിൽ കിട്ടുമല്ലേ? ഇത് വെസ്റ്റേൺ ബ്രാൻഡിന്റെ ഡിസ്പ്ലേ കൗണ്ടറാണ്. ഇതിൽ നമുക്ക് 3 തരം ഡിസ്പ്ലേ കൗണ്ടറാണ് കിട്ടുന്നത്. ഒന്ന് കോൾഡ് ഡിസ്പ്ലേ നമുക്ക് കൂടുതൽ പോകുന്നത് പേസ്ട്രീസ് ഡിസ്പ്ലേ ചെയ്യാം. പിന്നെ സ്വീറ്റ്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഡെസേർട്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യാൻ കോൾഡാണ് പോകുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്നത് ഹോട്ട് കൗണ്ടറാണ്. ഹോട്ട് കൗണ്ടർ നമുക്ക് പോകുന്നത് സ്നാക്സും കുക്കീസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ. പിന്നെ അടുത്ത് വരുന്നത് ആംബിയൻ ടെമ്പറേച്ചറാണ്, പ്ലെയിൻ ആയിട്ടുള്ളത്. അത് നമുക്ക് സാധാരണ ഈ ബ്രെഡും അങ്ങനെയുള്ള ഐറ്റംസും പിന്നെ ലഡു, ജിലേബി അങ്ങനെ നോർമൽ സ്വീറ്റ്സ് കോൾഡും ഹോട്ടും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പ്ലെയിൻ കൗണ്ടർ നമ്മൾ വരുന്നുണ്ട്. അങ്ങനെ ഇത് നമുക്ക് 2 feet തുടങ്ങിയിട്ട് 5 feet വരെയുള്ള സൈസിൽ നമുക്ക് കിട്ടും. പ്ലെയിനും ഹോട്ട് കോൾഡ് 3 സെഗ്മെൻറ്റും 2 അടി തുടങ്ങി 5 അടി വരെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് ഒരു കമേഴ്ഷ്യൽ സാൻഡ്വിച്ച് ടോസ്റ്ററാണ്, സാൻഡ്വിച്ച് മേക്കറാണ്. അപ്പോൾ ഇത് നമുക്ക് ടോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ടോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇതിന്റെ പ്രത്യേകത ഒരു ഇമ്പോർട്ടഡ് ബ്രാൻഡാണ്, US ബ്രാൻഡാണ്. വാറണ്ടി കാര്യങ്ങളൊക്കെ ഇത് 1 year നമുക്ക് ഓൺ സൈറ്റ് വാറണ്ടി കിട്ടും. പൊതുവേ നമുക്ക് മാർക്കറ്റിൽ യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള ചെറിയ പൈസക്കുള്ള സാധനങ്ങൾ കിട്ടും. പക്ഷെ നമ്മൾ അതങ്ങനെ ഡീൽ ചെയ്യുന്നില്ല. ഇത് ടോസ്റ്റ് മാസ്റ്റർ എന്നുള്ള ഒരു ബ്രാൻഡാണ്. 1 year ഓൺ സൈറ്റ് വാറണ്ടി കിട്ടും. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഫ്രയറും നമുക്കുണ്ട്. ഡിഫറെന്റ് നമുക്ക് കട്ട്ലെറ്റ്സും ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യാനുള്ള ഒരു ഫ്രയറും നമുക്കുണ്ട്. സെയിം ടോസ്റ്റ് മാസ്റ്റർ ബ്രാൻഡാണ്. ഇതിൽ നമുക്ക് പലതരം സൈസും ഉണ്ട്. 4 ലിറ്റർ തുടങ്ങിയിട്ട് 20 ലിറ്റർ കപ്പാസിറ്റി വരുന്നവരെ ഉള്ള പ്രൈസ് നമുക്ക് കിട്ടും. ഇത് ഇലക്ട്രിക്കൽ ടൈപ്പാണ്, കോമ്പാക്റ്റ് ആണ്, സ്റ്റോക്ക് അവൈലബിൾ ആണ്. അങ്ങനെ എപ്പോഴും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടോ അത് കീപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് നമുക്ക് കൂടുതൽ പോകുന്നത് ചെറിയ കഫേസും ഇങ്ങനെയുള്ള ഷോപ്പ്, ഫ്രഞ്ച് ഫ്രൈസ് ഇതൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഷോപ്പിലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്, റെസ്റ്റോറൻറ്റ്സിലൊക്കെ. ഓക്കെ, ഇത് പരോട്ട തവയാണ്. ഇത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആണ്. നമ്മൾ സ്വന്തം ഫാക്ടറി
എറണാകുളത്താണ് നമുക്ക് ഫാക്ടറി ഉള്ളത്, അവിടെ നിന്നാണ് ചെയ്തു വരുന്നത്. ഇത് കൂടുതൽ നമ്മൾ പ്രോജക്ട്സ് കൂടുതൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ കസ്റ്റം സൈസാണ്, നമുക്ക് എന്ത് സൈസിലും നമുക്ക് ചെയ്യാം. ഹോട്ട് പ്ലേറ്റ് ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ 3 സിങ്ക് യൂണിറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വർക്ക് ടേബിൾസ്, ബർണേഴ്സ്, ചൈനീസ് റേഞ്ച് അങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ട്. അത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആണ്, ഏത് സൈസിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ചെറിയ കഫേസിൽ ഒരു ദിവസം ഒരു 10-20 പീസസ് ഒക്കെ വിറ്റ് പോകുന്ന ഒരു ഷോപ്പിൽ കൂടുതൽ പോകുന്ന ഒരു പിസ്സ മേക്കറാണ്. കോമ്പാക്ട് ടൈപ്പാണ്, ഇലക്ട്രിക്കൽ മോഡലാണ്. ഈ ഒറ്റൊരു മോഡലുള്ളൂ, അത് വേറെ ഇതിൽ നമുക്ക് ഇത് കോമ്പാക്ട് സൈസാണ്. ഇതിൽ കമേഴ്ഷ്യൽ ടൈപ്പ് വേറെയും ഉണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഇതിൽ നോർമൽ റെഗുലർ പിസ്സ 2 ചെയ്യാൻ പറ്റും വൺ ടൈം. ഈ സൈസിൽ ഇതിൽ നമുക്ക് ഏറ്റവും വലുത് കൺവെയർ ടൈപ്പ് പോലുള്ള മോഡൽസ് ഉണ്ട്. കൺവെയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിസ്സ ഹട്ട്, ഡോമിനോസ് അവരൊക്കെ ഉപയോഗിക്കുന്ന കൺവെയർ ടൈപ്പ്. അപ്പോൾ ചെറുത് തുടങ്ങിയിട്ട് വലുത് വരെയുള്ള എല്ലാ പ്രോഡക്റ്റും നമുക്ക് കിട്ടുന്നതാണ്. സെയിം ടോസ്റ്റ് മാസ്റ്റർ ബ്രാൻഡ്. വലുതിൽ ഒരു സമയം എത്ര പീസ വരെ ചെയ്യാം നമുക്ക്? ഇതിന്റെ നെക്സ്റ്റ് സൈസ് നമുക്ക് 6 പീസ ചെയ്യുന്നതുണ്ട്, 12 പീസ ചെയ്യുന്നത്. അതിൽ കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ കൺവെയർ ടൈപ്പാണ് എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യാറ്. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് 2 മിനിറ്റും കൊണ്ട് ഒരു പീസ ഇങ്ങനെ കൺവെയറിൽ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ പിസ്സ ഹട്ടും ഡോമിനോസിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് ഐലൻഡ് ഫ്രീസർ. ഇത് ഐലൻഡ് ഫ്രീസർ ആണ്, കൺവേർട്ടബിൾ ടൈപ്പ് ആണ്. നമുക്ക് ഫ്രീസറായിട്ട് ഉപയോഗിക്കാം, കൂളറായിട്ട് ഉപയോഗിക്കാം. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഇത് നമ്മൾ മൈഡി നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് കൂടുതൽ നമുക്ക് സപ്ലൈ ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സിലാണ് എടുക്കാറ്. ഐസ്ക്രീം ഡിസ്പ്ലേ, ഫ്രോസൺ ഫുഡ് ഡിസ്പ്ലേക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടെയും ബാംഗ്ലൂരും കേരളത്തിലും ഒരുപാട് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് 8.5 ഫീറ്റ് ലെങ്ത് ആണ്, ഒറ്റ സിംഗിൾ ഫ്രീസറായിട്ട് കിട്ടും. പിന്നെ ഇതിൽ നമുക്ക് സാധാരണ ഫ്രീസേഴ്സിലൊക്കെ സൈഡ് ബൈ സൈഡ് ഡോർ ആയിരിക്കും. ഒരു സമയത്ത് ഒരു കസ്റ്റമർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത 3 ലിഡായിട്ടാണ് വരുന്നത്. ഒരേ സമയത്ത് നമുക്ക് 3 കസ്റ്റമർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നമുക്ക് സമയം ലാഭിക്കാം. തിരക്ക് ആ ഒരു ടൈറ്റ് ആയിട്ടുള്ള സമയത്ത് ഒരു 3 കസ്റ്റമർക്ക് ഒരേ സമയത്ത് ടൈമിൽ എടുക്കാറില്ല ഐറ്റംസ്. പ്രോഡക്ട്സ് ഉള്ളത് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്സിലേക്ക് നമുക്ക് ഓപ്പൺ ചില്ലർ, മൾട്ടി ഡേക്ക് ഓപ്പൺ ചില്ലർ എന്ന് പറയും. അപ്പോൾ ഓപ്പൺ ചില്ലർ നമുക്ക് കൂടുതൽ പോകുന്നത് വെജിറ്റബിൾസും ഡെയറി പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യാനാണ്. പിന്നെ ഉള്ളത് ഡോർ വരുന്ന ഒരു ചില്ലേഴ്സാണ്, കൂൾ ഡ്രിങ്ക്സും നമ്മളെ ഡെയറി പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. ആ മൾട്ടി ഡെക്സിൽ തന്നെ ഫ്രീസർ നമ്മൾ ചെയ്യുന്നുണ്ട്, ഫ്രോസൺ ഫുഡ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പൊറോട്ട തവ കണ്ടിരുന്നു. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ടർnkey പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഗ്രില്ല്, അൽഫാം, അറബിക് ഐറ്റംസ്, ഷവർമ മെഷീൻ, ചൈനീസും എല്ലാം A to Z നമ്മൾ ടർnkey പ്രോജക്ട്സ് ആയിട്ട് നമ്മൾ പ്രോജക്റ്റ് ലേഔട്ട് തുടങ്ങിയിട്ട് ഇൻസ്റ്റലേഷന്, ഫൈനൽ കമ്മീഷനിങ് വരെയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് എക്സോസ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും, ഗ്യാസ് ലൈൻ വർക്ക് വരുന്നുണ്ട്. പിന്നെ ലേഔട്ട് നമ്മൾ തന്നെ സ്വന്തം ഡ്രോയിങ് ചെയ്ത് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് ഒരു ടർnkey പ്രോജക്റ്റ് ആയിട്ട്. അപ്പോൾ എല്ലാ എക്യുപ്മെൻറ്റ്സും, റെസ്റ്റോറൻറ്റ് വേണ്ട എല്ലാ എക്യുപ്മെൻറ്റ്സും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നതാണ്. ശരി, താങ്ക് യു.